മുഖവുര ആവശ്യമില്ലാത്ത പാറ്റൂർ രാധാകൃഷ്ണൻ. പാറ്റൂരിൻ്റെ മാത്രമല്ല, ഞങ്ങൾ മാഫിയ പ്രവർത്തകരുടെയും സ്വന്തം രാധാകൃഷ്ണൻ ചേട്ടൻ. ഞങ്ങളിവിടെ പാറ്റൂർ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വിജയാഘോഷത്തിനിടെ എവിടെയാണ് അദ്ദേഹം എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ തൊട്ട് ഫ്രണ്ടിലെ കടമുറിയിലിരുന്ന ചേച്ചി പറഞ്ഞ വാക്കുകളാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് വിജയത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ളത് തന്നെയാണ് പറയേണ്ടി വരും. ഞങ്ങളെ കാണാതെ അദ്ദേഹം ഇവിടെ കടന്നു പോയിട്ടുണ്ടാവില്ല, തിരക്കായതുകൊണ്ടായിരിക്കും, ഓടി ഇപ്പോൾ വരും. അതാണ് പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ ചേട്ടൻ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ വിജയത്തിൻ്റെ മധുരം എന്താണെന്ന് ചോദിക്കാം. നമുക്കറിയാം, കേരളത്തിലെ ഇടതു വലതു മുന്നണികളെ, എല്ലാ മുന്നണികളെയും UDF-നെയും LDF-നെയും NDA-യും ഒരുപോലെ ഞെട്ടിച്ച വിജയം തന്നെയാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ കണ്ണമൂല വാർഡിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് മാറ്റുകൂട്ടുന്ന ജനങ്ങൾ അവിടെ എല്ലാവരും കൂടെ ഉണ്ട്. നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം പൊതുപ്രവർത്തനം അതായത് മാധ്യമ പ്രവർത്തകനായിരിക്കുമ്പോഴും മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും പ്രസ് ക്ലബിൻ്റെ സാരഥ്യം അവിടെയും എല്ലാ തവണയും വിജയിച്ച് ഞങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ്. പൊതുപ്രവർത്തന രംഗത്തും അത് തന്നെ, പാറ്റൂർ റെസിഡൻസിൻ്റെ കാര്യത്തിലും അതെ. ഇനി ഒരു കൗൺസിലറായി കണ്ണമൂലയ്ക്ക് മുതൽക്കൂട്ടായി നിൽക്കുമ്പോൾ ആദ്യമായി പറയാനുള്ളത് എന്താണ്? അല്ല, ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനവും ഈ രാഷ്ട്രീയ പ്രവർത്തനവും ആളുകളുടെ ഇടയിലുള്ള സാമൂഹിക ജീവിതവും എല്ലാം ഒരു സാധാരണക്കാരോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. അതൊരു എല്ലാ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ കഴിഞ്ഞ 10-35 കൊല്ലമായി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ കുറേ കൂടി സജീവമായി ആളുകളോട് ഇഴുകിച്ചേർന്ന് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അടക്കം ഇടപെട്ടുകൊണ്ട് നടത്താനുള്ള ഒരു നല്ല അവസരം. അതിൽ 3 മുന്നണികളെയും പരാജയപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുക എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അത് എൻ്റെ മാത്രം വിജയമൊന്നുമല്ല. ഈ സാധാരണക്കാരായ ഞാൻ പറഞ്ഞ ഈ മനുഷ്യർ കഴിഞ്ഞ കുറേ കാലം മുമ്പേ തീരുമാനിച്ചതാണ് ഞാൻ മത്സരിക്കണം, ഞങ്ങളെല്ലാം കൂടെ ജയിപ്പിക്കുക. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണമൂലയുടെ കണ്ണിലുണ്ണിയായി, ഇനി കണ്ണമൂലയ്ക്കായി കാത്തു വെച്ചിരിക്കുന്നത് എന്താണ്? അല്ല, നന്മയുള്ള കണ്ണമൂല, അതാണല്ലോ ലക്ഷ്യം. അപ്പോൾ അത് സർക്കാരുകളുടെയും സ്വകാര്യ വ്യക്തികളുടെയൊക്കെ സഹായത്തോടെ, സ്പോൺസർമാരുടെ സഹായത്തോടെ സർക്കാരിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന തരത്തിൽ അങ്ങനെ. അത് മാത്രമല്ല, ഇതൊന്നും അല്ലാതെ തന്നെ ദൈനംദിന ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ കാര്യത്തിൽ സമ്പൂർണ്ണമായി പൂർണ്ണ സമയം, കാരണം അവരെന്നിൽ അർപ്പിച്ച വിശ്വാസം അതുപോലെ കാത്തു സൂക്ഷിക്കുക, അതങ്ങനെ ഇടപെടുക, ഇത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ സ്വതന്ത്രനായി ഇത്രയും പിന്തുണയോടെ വന്നതാണ്. എങ്കിലും നഗരസഭയിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇല്ല, ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഇനി എന്നെ സംബന്ധിച്ച് ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടുപോകുന്നതിന് എല്ലായിടത്തു നിന്നുള്ള സഹായം സ്വീകരിക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും പ്രത്യേകിച്ച് പിന്തുണ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പിന്തുണ വാങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും പദവികൾ സ്വീകരിക്കുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നും ഇക്കാര്യത്തിലില്ല. എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള പോരാട്ടത്തിൽ. നമുക്ക് ജനങ്ങളോടുകൂടി ചോദിക്കാം, അവരാണല്ലോ ഈ വിജയത്തിന്റെ മെയിൻ ആൾക്കാർ. നമുക്ക് അവരോടുകൂടി ചോദിക്കാം, എന്ത് തോന്നുന്നു ഈ ചേട്ടൻ്റെ വിജയം കാണുമ്പോൾ? എന്താണ് നിങ്ങൾക്കുണ്ടാവുന്ന ഇംപ്രഷൻ? നമ്മൾ ഇത്രയും നേരത്തെ പ്രതീക്ഷയാണ്. പുള്ളി നമ്മുടെ കൂടെ എപ്പോഴും 100% കൂടെ വർക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും വിളിച്ചാലും എപ്പോഴും രാത്രിക്ക് 2 മണിക്കായിരുന്നാലും വിളിച്ചാൽ പുള്ളി ഓടി വരികയും എന്ത് ആവശ്യത്തിനും നേരിട്ട് തരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെല്ലാം പുള്ളിയുടെ കൂടെ നിൽക്കുകയും അതുകഴിഞ്ഞ് സഹകരിക്കുകയും ചെയ്തു. അതാണ് ഈ വിജയത്തിൻ്റെ ഒരു ലക്ഷ്യം. ഇങ്ങനെ ആയിരിക്കണം ഒരു പൊതുപ്രവർത്തനം. അല്ല, ഇങ്ങനെ ആയിരിക്കണം ഒരു പൊതുപ്രവർത്തനം. ഇവിടെ 350 കുടുംബങ്ങളുണ്ട്, പാവപ്പെട്ട സാധാരണപ്പെട്ട ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട്. കഴിഞ്ഞ കൊറോണ സമയം 3-4 പ്രാവശ്യം കിറ്റുകളും കൊടുത്ത് ഈ പാവപ്പെട്ടവരെ സഹായിച്ച്, വെള്ളം കയറുന്ന സമയത്ത് ഓടിയെത്തുന്ന ആദ്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ആ മനുഷ്യനാണ്. അതുപോലെ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാ വർഷങ്ങളും 5-6 വർഷം കൊണ്ട് നമ്മുടെ ഇതിനകത്തുള്ള 120 കൊച്ചുമക്കൾക്ക് 1 മുതൽ 12ാം സ്റ്റാൻഡേർഡ് വരെ ഉള്ളവർക്ക് ഒരു സ്കൂൾ കിറ്റ്, ബാഗ്, ജോമെട്രി ബോക്സ്, അംബ്രല്ല, അങ്ങനെ 5 ഐറ്റം സാധനങ്ങൾ ഒരു 6-7 കൊല്ലമായിട്ട് നമുക്ക് അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ തിരഞ്ഞെടുത്ത് നമ്മളെ ഇറക്കിയാണ് തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് നമ്മളോടൊപ്പം കാണുമെന്ന് ഇവിടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക്. വോട്ടർമാർ നൽകിയ ആത്മവിശ്വാസം അതിപ്പോൾ വലിയ വോട്ടായി മാറുമ്പോൾ സ്ത്രീ വോട്ടർമാർ, കുട്ടികൾ എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. നമുക്ക് സ്ത്രീകളോട് ചോദിക്കാം, ഇവിടുത്തെ അമ്മമാരോട് ചോദിക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത്. രാധാകൃഷ്ണൻ ചേട്ടൻ ജയിച്ചതിൽ എന്താണ് സന്തോഷമുണ്ട്? എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷം? സന്തോഷം നമ്മളെ നമുക്കറിയാന്നുള്ള കൊച്ചു എല്ലാം. എന്ത് തോന്നുന്നു? വളരെ ദൈവത്തിന് നന്ദി പറയണ നന്ദി കോടാകോടി നന്ദി പറയണ ദൈവത്തിന്. എന്ത് പറയാനുണ്ട്? സന്തോഷം തരും. നമ്മളെ വാർഡിൽ നിൽക്കുന്ന നമുക്ക് സന്തോഷം തരും. നമുക്ക് സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ നമ്മളിവിടെയുള്ള പാവങ്ങളെ അറിയണ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ രാധാകൃഷ്ണൻ ചേട്ടനെ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് വിശ്വാസമുണ്ട്, ഇത് ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്തൊരു കാര്യം വന്നാലും നമ്മളെ ഒപ്പം നിൽക്കുന്നത് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അതിൽ ജയിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ജയിച്ചു വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇതിനകത്തുള്ള മൊത്തം ആൾക്കാർക്ക് രാധാകൃഷ്ണൻ ജയിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരുടെയും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ നടക്കണമെന്ന് സന്തോഷം.
ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇവിടെയുള്ള ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കും. അവർക്കൊപ്പം അവർക്കായി രാവും പകലും പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ അവരുടെ ജനപ്രതിനിധിയാകണം. അതിന് തന്നെയാണ് ഇന്ന് നന്മയുള്ള കണ്ണമ്മൂല വിധി എഴുതിയിരിക്കുന്നത്. ഏതായാലും രാധാകൃഷ്ണൻ ചേട്ടനും എല്ലാ വോട്ടർമാർക്കും ഇവിടെ ഒരിക്കൽ കൂടി ആശംസകൾ.